ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം. ജയ ഗുരു. നമുക്കിനി ലോകത്തിൻ്റെ നന്മയ്ക്കും മംഗളത്തിനും വേണ്ടി പൈതൃക പാരമ്പര്യമേറ്റി നിൽക്കുന്ന പ്രശോഭിക്കുന്ന ഈ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ അതിൻ്റെ പരിസരത്തിലും നഗരത്തിലുമുള്ള എല്ലാ നല്ല മനുഷ്യരും ജിജ്ഞാസുക്കളും ഭക്തന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വലിയ ജപതപോനുഷ്ഠാനം സംയുക്തമായി നടത്തുന്നത് എന്നുള്ള നിലയ്ക്ക് 3 തവണ ഓംകാരം ജപിക്കാം. ഇത് ജപിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം തന്നെ നല്ലതാണ്. മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വരും തലമുറകൾക്കും വളരെ വലിയ ഒരു പുണ്യാനുഗ്രഹ ശേഖരം ഇതുകൊണ്ടുണ്ടാവും. അത് വിട്ട് വിശ്വവ്യാപകമായ ഒരു മംഗള പ്രസരണം ഉണ്ടാകണം എന്നുകൂടി സങ്കല്പിച്ച് എല്ലാവരും എൻ്റെ കൂടെ ജപിക്കൂ. മുക്തകണ്ഠം ജപിക്കണം. നിങ്ങളുടെ ജപം കൂട്ടായ ജപം ഞാനിവിടെ ജപിക്കുന്നത് വിട്ട് മേപ്പെട്ട് നിൽക്കണം. കൈ കോർത്ത് മടിയിൽ വെച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് കൂടെ ജപിക്കും. ഇതാ ഓ പോരല്ലോ, ഒന്നും കേൾക്കണില്ല എൻ്റെ ചെവിയിൽ. മൈക്ക് ഓഫ് ചെയ്യണോ? ഇതാ ഓ നിങ്ങളുടെ ജപത്തിൻ്റെ കുറവ് നിങ്ങളുടെ കുടുംബത്തിലും വരും തലമുറകളിലും എന്ന പോലെ ലോകത്തിലൊട്ടാകെ കാണും എന്ന് വിചാരിച്ച് മുക്തകണ്ഠം ജപിക്കൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു. ഒരു ശ്ലോകം എഴുതി വച്ചിട്ടുണ്ടല്ലോ അഷ്ടാവക്ര സംഹിതയിലെ ആദ്യത്തെ അധ്യായത്തിൽ. ജനകന് അഷ്ടാവക്ര മഹർഷി നൽകുന്ന പല സംഗതികളിലും പെട്ട പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എന്താണ് ഇത്? ആത്മതത്വ സമീക്ഷ എന്ന പേര് കൊടുക്കുന്നത്. എന്താണ് ഈ ആത്മാ? ആ ആത്മാവിനെ മനസ്സിലാക്കുന്നത് കൊണ്ടും ആ അറിവൊരു സാധനയായി നാം അനുഷ്ഠിക്കുന്നത് കൊണ്ടും നമുക്കുണ്ടാകാൻ പോകുന്ന ഉൾവികാസം, ഉൾത്തിരുത്ത്, നിർബാധിതമായിരിക്കുന്ന ഒരു ഉൾപൂർണത എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണത്. ഇന്നലെ അതിലൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ടെന്ന്. ധർമാധർമ്മൗ സുഖം ദുഃഖം ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താ
न कर्तासि न भोक्तासि मुक्त एवासि सर्वदा मुक्त एवासि सर्वदा धर्माधर्मौ सुखं दुःखं धर्माधर्मौ सुखं दुःखं मानसानि न ते विभो मानसानि न ते विभो न कर्तासि न भोक्तासि न कर्तासि न भोक्तासि मुक्त एवासि सर्वदा मुक्त एवासि सर्वदा നിങ്ങളൊക്കെ ഇങ്ങനെ ആവണം. എന്താ വേണ്ടാന്നുണ്ടോ? എന്താ മിണ്ടാത്ത? ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ഭാരതത്തിൻ്റെ ചിരപുരാതനം അനാദിയായിരിക്കുന്ന പൈതൃകം സംസ്കാരം ഇതിവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത് രണ്ട് കേന്ദ്രങ്ങൾ മൂലമാണ്. ഒന്ന് നമ്മുടെ ദേവസന്നിധികളും തീർത്ഥാടന കേന്ദ്രങ്ങളും. അവിടെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും ജനങ്ങളാണ് അവിടെ വന്നു ചേരുന്നത് പ്രധാനപ്പെട്ട പുണ്യ ദിവസങ്ങളിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഭാരത സംസ്കാരത്തിൽ ആണിക്കല്ലായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ഭൂമിയിൽ നാം ഭൂമിജരായി ഭൂപുത്രന്മാരും പുത്രിമാരുമായി അധിവസിക്കുന്നത്, അതേമാതിരി ഭൂമി സ്ഥാനം പിടിച്ച് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ഗോളങ്ങളുടെ ആകർഷണ വികർഷണ ശക്തികൾ കൊണ്ടാണ്. നാം ഇരിക്കുന്നുണ്ടെങ്കിൽ, നിൽക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ ആകർഷണ ശക്തിയാണ്. ഒരു ഗോളത്തിൻ്റെ ആകർഷണ ശക്തി അതിൻ്റെ വലിപ്പത്തെയും ഗുരുത്വത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുക. ഭൂമിയുടെ വലിപ്പം ഒന്ന്, അതിൻ്റെ ഭാരം ഒന്ന്, അത് രണ്ടും അനുസരിച്ചാണ് അതിൻ്റെ ആകർഷണ ശക്തി. ആ ആകർഷണ ശക്തികൾ എല്ലാ ഗോളങ്ങൾക്കും ഉണ്ട്. ഇവിടെ ഗോളങ്ങളുടെ ആകർഷണ ശക്തി അളക്കാനായി ഭാരം നോക്കി നിശ്ചയിക്കാൻ നമുക്ക് വഴിയില്ല. അതുകൊണ്ട് നാം എന്തു ചെയ്യണു? ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി ഗോളങ്ങളുടെ ഭ്രമണഗതിയെ നല്ല പോലെ നിരീക്ഷിച്ച് ഓരോ ഗോളവും ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അതേ സ്ഥലത്ത് തിരിച്ചെത്താൻ എത്ര സമയം, എത്ര കാലം, എത്ര വർഷം വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനുള്ള ആകർഷണ ശക്തിയും അതിന് ഭൂമിയിലുള്ള സ്വാധീനവും അളന്നെടുക്കുന്നത്. ആകാശ നിരീക്ഷണത്തിൽ നമ്മുടെ പൂർവികർ വളരെ നിഷ്കർഷ ചെലുത്തിയിരുന്നു, നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു. അടുത്ത കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ഒരു ജ്യോതിഷ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രീമാൻ ചന്ദ്രമോഹൻ എന്നെ വന്ന് നിർബന്ധിക്കുകയുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ വിളിക്കണത് ഈ ജ്യോതിഷ കാര്യത്തിനെന്ന്? സ്വാമിജിയെ തന്നെ വിളിക്കണമെന്ന് നിർബന്ധമാണ്. അതിനു മുൻപ് തൃശ്ശൂരിൽ ഒരു ജ്യോതിഷി ചർച്ചയുണ്ടായിരുന്നു. അത് എന്നോട് ഉദ്ഘാടനം ചെയ്ത് സദസ്സിനെ അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വേദാന്തികളാണ്, ഞങ്ങൾക്ക് ഗ്രഹങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എന്തിനാ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി ഈ ജ്യോതിഷത്തിനെ പറ്റി തൽക്കാലം കുറച്ചൊരു വിവാദം വരെ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശാസ്ത്രീയമായി ഈ ജ്യോതിഷത്തിന് എന്താണ് സ്ഥാനം, അതിൻ്റെ മഹിമയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയണമെന്നുണ്ട്. സ്വാമിജി പോലെ ഒരാളെ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് സ്വാമിജി പണ്ഡിതനാണെന്നാണ്. എനിക്ക് പണ്ഡിതൻ എന്നൊരാൾ പറയുമ്പോൾ തീരെ ഇഷ്ടമില്ല. നേരെ മറിച്ച് സ്വാമിജി ഒരു തപസ്വിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. പാണ്ഡിത്യമല്ലല്ലോ, പക്ഷേ പാണ്ഡിത്യത്തിന് വേറെ ഒരു അർത്ഥമുണ്ട് ഭഗവത്ഗീതയിൽ. പണ്ടാ ആത്മവിഷയ ബുദ്ധി യേഷാം തേ പണ്ഡിതാഹ എന്നൊരർത്ഥമുണ്ട്. ആത്മസംബന്ധമായ ബുദ്ധി ആർക്കാർക്കെല്ലാം ഉണ്ടോ അവരാണ് പണ്ഡിതന്മാരെന്ന്. ആ നിലയ്ക്ക് ഒരു പക്ഷേ ഭൂമാനന്ദ സ്വാമിയും ഒരു പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുസ്തകങ്ങളെല്ലാം നോക്കി വായിച്ച് മനസ്സിലാക്കി ശാസ്ത്രങ്ങളെല്ലാം തത്തേ പോലെ ആവർത്തിക്കാനും പറയാനും വ്യാഖ്യാനിക്കാനും സാധിക്കും എന്നുള്ള നിലയ്ക്ക് ഒരു പണ്ഡിതനാവാൻ ഒരു കാലത്തും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ശാസ്ത്രങ്ങളും അത് അനുവദിക്കുന്നില്ല. ശബ്ദബ്രഹ്മണി നിഷ്ണാദേ ന നിഷ്ണായാത് പരേയതി ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷതഃ എന്നിങ്ങനെ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അന്തിമോപദേശത്തിൽ ഉദ്ധവനെ ഉപദേശിക്കുന്നു. ശബ്ദബ്രഹ്മണി നിഷ്ണാദേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ശബ്ദബ്രഹ്മം എന്ന് പറയുന്നതാണ് വേദവും വേദാംഗവും ഉപനിഷത്തും എല്ലാം തന്നെ. അത് നല്ല പോലെ പഠിച്ചു. ന മിഷ്ണായാത് പരേയതി, എന്നാ പരബ്രഹ്മത്തെ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ സാക്ഷാത്കരിച്ചുമില്ല എന്ന് വന്നാൽ ആ ആളുടെ പാണ്ഡിത്യ ശ്രമം എങ്ങനെയാ? ശ്രമസ്തസ്യ ശ്രമഫലോ, പരിശ്രമിച്ചത് തന്നെയാണ് ഫലം. പരിശ്രമഫലം എന്നൊന്നും വേറെയില്ല. പകല് വെള്ളം കോരി കിണറ്റിൽ നിന്ന് എന്നിട്ടൊരു പാത്രത്തിൽ ഒഴിച്ചതേ മുള കൊണ്ട് നെയ്ത ഒരു കൊട്ടയാ. വെള്ളം കോഴിയതൊക്കെ ശരിയാ, ഒഴിച്ചിട്ടോ ഒരു തുള്ളി അവിടെ ഇല്ല, ഒക്കെ ഒലിച്ചു പോയി. ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷത. പാല് കറക്കാത്തൊരു പയ്യനെ എത്ര തിന്നാൻ കൊടുത്താലും പോഷകങ്ങൾ കൊടുത്താലും മൂത്രവും ചാണവും മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു തുള്ളി പാലുണ്ടാവില്ല. അതുപോലെയാണെന്ന് ഇതും നമ്മുടെ ശാസ്ത്രം തന്നെയാണ് പറയുന്നത്. അപ്പം അവിടെ പോയി സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് ഞാൻ 2 ദിവസം ഈ ജ്യോതിഷത്തിൻ്റെ എനിക്ക് ആവശ്യമുള്ള ചില സംഗതികൾ അതിൽ നിന്ന് കിട്ടുമോ എന്ന് പറഞ്ഞ് ഒരു റിസർച്ച് തന്നെ നടത്തി. ആ റിസർച്ച് നടത്തിയിട്ട് കിട്ടിയത് എന്താ? ജ്യോത്സ്യന്മാരിങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാതെ എന്താ പറയണത്, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അറിയില്ല. 12 രാശികൾ എന്തുകൊണ്ട്, 12 മാസം എന്തുകൊണ്ട്, ഒരു ദിവസം എങ്ങനെ ഉണ്ടായി, ഒരാഴ്ച എന്ന് പറയുന്നത് എന്ത്, പക്ഷം എന്ത്, മാസം എന്ത്, വർഷം എന്ത്, 60 വർഷം എന്ന് പറയുന്ന ചക്രം, ചാക്രിക ഗതി എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷിയുണ്ടോ ഈ കാര്യങ്ങൾ പറയാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മിക്കവാറും മറുപടി. അപ്പം ഞാൻ അതിനെപ്പറ്റി തിരക്കിട്ട് അന്വേഷിച്ച് 1-2 ആളോട് പറഞ്ഞ് എൻ്റെ കൂടെ സഹായിക്കാനൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ കിട്ടി. സൂര്യൻ്റെ കൂടെ അശ്വതി നക്ഷത്രം അരുണോദയത്തിന് മുൻപിലായി നമുക്ക് കാണാം. അങ്ങനെ അശ്വതി നക്ഷത്രത്തെ നോക്കി മനസ്സിലാക്കുക സൂര്യൻ്റെ അടുത്ത് എപ്പോഴാണ് വരണത് എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് രണ്ടാമത് അശ്വതി നക്ഷത്രവും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നതിന് 6 വർഷം എടുക്കുന്നു അത്രേ. ആ 6 വർഷമാണ് ആദിത്യനാറു ശശിപത്തു തഥേഴു ചൊവ്വ 18 പാമ്പു 16 ബൃഹസ്പതിശ്ച 19 ശനി ബുധൻ 17 ചെന്നാൽ കേതൂനൊരേഴിരുപതാം അതു ശുക്രനന്ദ്യം. എന്താണ് ഈ 120 വയസ്സ് മനുഷ്യന് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്? ആ 120 വയസ്സിനെ 9 ഗ്രഹങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തു. ഏറ്റവും പ്രബലമായിരിക്കുന്ന സൂര്യന് കിട്ടിയത് 6 വർഷമാണ്, കേതുവിന് 7 വർഷമാണ്, ശുക്രന് 20 വർഷമാണ്, ശനിക്ക് 19 വർഷം. ഇങ്ങനെ ഓരോ ഗ്രഹത്തിനും ഇത്രയധികം കാലാവധി, ഇന്ന കാലാവധി നമ്മുടെ ദശയിൽ, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ എന്താ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ വിംശോത്തരി എന്നാണ് ഇതിന് പറയുക. ഒരാളും മറുപടി പറയില്ല. സ്വാമിജി എന്തിനാ ഈ ജ്യോതിഷത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കോട്ടെ, അതന്നെ ആവശ്യം. എന്താ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും ഈ ഗോളങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നാം ഭൂഗോള സന്തതികളാണ്. ഈ ഭൂഗോളം മാത്രമായി ലോകത്തിലുണ്ടാവില്ല. അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് ചുറ്റുന്നു, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രദക്ഷിണത്തിൽ ഭൂമിയെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമായി കുറേ ഗോളങ്ങളുണ്ട്. ആ ഗോളങ്ങളിൽ പ്രമുഖമായിരിക്കുന്ന 9 എണ്ണത്തെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ രാഹുവും കേതുവും നീക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് 7 എണ്ണമാണ്. ആ 7 എണ്ണത്തിന് 7 ദിവസങ്ങളായി പേരിട്ടു. ഒരാൾ ജനിച്ചു എന്ന് പറയുമ്പോൾ എപ്പോൾ ജനിച്ചു? ജനുവരി 22 ജനിച്ചു എന്നല്ല നമ്മുടെ ഭാഷ. നമുക്ക് നമ്മുടേതായ വർഷങ്ങളുണ്ട്, നമ്മുടേതായ മാസങ്ങളുണ്ട്, സൂര്യോദയം സൂര്യാസ്തമനമുണ്ട്, ഉദയാത് പൂർവം, ഉദയാത് അതിന് ശേഷം, അല്ലെങ്കിൽ സൂര്യാസ്തമനത്തിന് മുൻപ് പിൻപ് എന്നാണ് പറയുക. ഇത്ര നാഴികയും ഇത്ര വിനാഴികയും ചെന്നപ്പോഴാണ് ഒരു കുട്ടി ജനിച്ചത്. അന്നത്തെ നക്ഷത്രം എന്ത്, തിഥി എന്ത്, സൂര്യൻ എവിടെയായിരുന്നു, എത്രത്തോളം പൊന്തി, ബാക്കിയുള്ള നക്ഷത്രങ്ങൾ എവിടെ, 9 ഗ്രഹങ്ങൾക്കുള്ള സ്ഥാനം എന്ത്. ഇങ്ങനെ ഗ്രഹസ്ഥിതിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? 2013 ജാനുവരി 2 8 AM ബോൺ എന്നല്ല നമ്മൾ എഴുതുന്നത്.
നമ്മുടെ ജീവിതത്തിൽ പ്രകൃതിയോടുള്ള കടപ്പാട്, പ്രകൃതിയോടുള്ള പ്രതിബദ്ധത. നമ്മൾ ജനിച്ച സമയത്ത് നാം അധിവസിക്കുന്ന ഭൂമി അന്തരീക്ഷത്തിൽ എവിടെയായിരുന്നു? സൂര്യനെ അപേക്ഷിച്ച്. ആ ഭൂമിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമാന ഗോളങ്ങൾ, പ്രത്യേകം പ്രത്യേകം ആകർഷണത്തോടു കൂടിയുള്ള ഗോളങ്ങൾ, ഭൂമിയുടെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്നവ ഏതേത് സ്ഥാനങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞ് ചാക്രികമായ ഒരു ഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. 360 ഡിഗ്രിയെ 12 വിഭജിച്ചു, 27 നക്ഷത്രങ്ങൾക്ക് കൊടുത്തു. അശ്വതി, മകം, മൂലം എന്ന് പറയുന്ന 3 നക്ഷത്രത്തെ ഈ 360 ഡിഗ്രിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ സമദൂരമുള്ള സ്ട്രെയിറ്റ് ലൈനുള്ള ഒരു ട്രയാങ്കിൾ ആയിരിക്കും അത്. അശ്വതി, മകം, മൂലം, ഭരണി, പൂരം, പൂരാടം ഇതൊക്കെ അങ്ങനെയാണ്. ആയില്യം, തൃക്കേട്ട, രേവതി വരെ ഒക്കെ ട്രയാങ്കിൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ലോകത്തിൽ ഒരു സ്പേസ് എൻക്ലോസ് ചെയ്യാൻ ഒരേ ഒരു ലൈൻ ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യുന്നതാണ് വട്ടം. 2 ലൈൻ കൂടിയാൽ ഒരു സ്പേസ് എൻക്ലോസ് ചെയ്യാൻ പറ്റില്ല. ചുരുങ്ങിയത് 3 ലൈൻ വേണം, സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയുള്ള ത്രികോണങ്ങൾ സമദൂരമാണ് ഓരോ ലൈനിനും. അങ്ങനെ ത്രികോണങ്ങളാണ് ഈ അശ്വതി, മകം, മൂലം എന്ന് പറയുന്നത്. 27 നക്ഷത്രമാണ് നമുക്കുള്ളത്. ചെറുപ്പകാലത്ത് എന്നോട് പറയും, ഞങ്ങൾ കുട്ടികളൊക്കെ നടക്കുമ്പോൾ, ദാ അശ്വതി, അശ്വതി മുഖം, അശ്വമുഖം പോലെ, കാർത്തിക കൈവട്ട പോലെ, പുണർദം പൂന്തോണി പോലെ എന്നൊക്കെ പറഞ്ഞ് ആകാശത്തിൽ നോക്കി നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച് നക്ഷത്ര മണ്ഡലങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളിൽ 6ാമത്തേതാണ്. ശിക്ഷ, വ്യാകരണം, നിരുക്തം, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷമിതി എന്ന് പറയുന്നത് 6ാമത്തെ അംഗമാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ജ്യോതിഷശാസ്ത്രം, ഹോരാശാസ്ത്രമുണ്ടല്ലോ, ഹോര എന്ന വാക്ക് തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാം കൂടി ജീവിതത്തിൽ ഉള്ളത് അഹോരാത്രങ്ങളാണ്. പകലും രാത്രിയും രാപ്പകലെന്നാണ് നമ്മൾ പറയുക. ഭൂമിയും സൂര്യനും കൂടി ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ രാപ്പകലുകൾ. ഈ പകലുകളുടെ ആവർത്തനമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ജീവിതമോ ലോകമോ എന്തു തന്നെ ആയാലും നമ്മൾ പരാമർശിക്കുന്ന സമയത്ത് രാത്രിയും പകലും രാത്രിയും പകലെന്നേ പറയുള്ളൂ. അപ്പോൾ ആ രാത്രി പകലാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നു വരാഹമിഹിരൻ. ഏതാണ്ട് 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. വിക്രമാദിത്യൻ്റെ സദസ്സിൽപ്പെട്ട ഖ്യാതോ വരാഹമിഹിരോ. 9 രത്നങ്ങളാണ് അവിടുത്തെ കവികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖ്യാത ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് വരാഹമിഹിരന് മാത്രമാണ്. അദ്ദേഹം പറയുന്നു, ഗ്രീക്കുകാരും റോമൻകാരുമെല്ലാം ജ്യോതിഷത്തിൽ വിദഗ്ധന്മാരായിരുന്നു. അവരും കൂടി പറഞ്ഞ കാര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനൊരു ഹോരാശാസ്ത്രം എഴുതുന്നത്. അഹോരാത്രം, അഹസ് എന്ന് വെച്ചാൽ പകൽ, രാത്രം എന്ന് പറഞ്ഞാൽ രാത്രി. അതിൽ അകാരവും വിട്ടു, ത്രവും വിട്ടു, നടുക്കിലുള്ള 2 എണ്ണം സന്ധി ചേരുന്നത് ഉള്ളിലാണല്ലോ. ആ ഹോരെ അങ്ങോട്ട് എടുത്തു. പകലും രാത്രിയും കൂടി യോജിച്ച് ആ ഉള്ളിലിങ്ങനെ ഒട്ടി നിൽക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൽ ഒട്ടി നിന്ന് അകന്നുപോയി അങ്ങനെ പ്രവർത്തിക്കുന്ന സ്വാധീനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ജീവിതശാസ്ത്രം എഴുതിയിരിക്കുന്നത്. മഹാർണവമാണിതെന്ന്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ജ്യോതിഷത്തിനെ പറ്റി സംസാരിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേവസ്ഥാനങ്ങളും വിശേഷ ദിവസങ്ങളും എല്ലാം തന്നെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ ചൊല്ലി ഉണ്ടാവുന്നതാണ്. എല്ലാ ദേവങ്ങളിലും നക്ഷത്രങ്ങളിലും വെച്ച് പ്രധാനമാണ് ആചാര്യസ്ഥാനം ഉള്ളതാണ് ബൃഹസ്പതി, വ്യാഴം. ആ സൂര്യനും ബൃഹസ്പതിയും കൂടി യോജിച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നതാണ് നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ഗംഗാനദിയെയും മറ്റും ചൊല്ലിയുള്ള കുംഭമേളകൾ. അർദ്ധകുംഭമേള 6 വർഷം കൂടുമ്പോൾ, പൂർണ്ണകുംഭമേള 12 കൊല്ലം കൂടുമ്പോൾ, 2 കൊല്ലം മുൻപുണ്ടായത് മഹാകുംഭമേളയാണ്. 144 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിച്ചു വരുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കണ്ടെന്നുണ്ടോ? എന്താ മിണ്ടാതെ? വേണോ വേണ്ടയോ? ആ 144 കൊല്ലം കഴിഞ്ഞാൽ ആരും പറയാതെ ജനങ്ങൾ മനസ്സിലാക്കണു, ഇവിടെ മഹാകുംഭമേള. 15 കോടി ജനങ്ങളാണ് ഭാരതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും കൂടി എത്തിയത്.
മഹാകുംഭമേളയ്ക്ക് നിങ്ങൾ എന്തു പറയണു അപ്പ ഈ ഭാരതത്തിനെ പറ്റി? ഒന്ന് ചിന്തിക്കേൻ. ഞാൻ സമ്മതിച്ചു നിങ്ങൾ വീട്ടിലത്തെ കുട്ടിയോ മുതിർന്നവനോ ആണെന്ന്, നഗരവാസിയാണ്, ജില്ലാവാസിയാണ്, കേരളക്കാരനാണെന്നും സമ്മതിച്ചു. ഇതിലൊക്കെ ഉപരി നമുക്കൊരു സ്ഥാനമുണ്ട്. നാം ഭൂസന്തതിയാണ്. ഗോളങ്ങളോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മണ്ഡലം, നമ്മുടെ ഭൂഗോളവും ഭൂഗോളവാസികളും എന്ന് മനസ്സിലാക്കൂ. ഇതൊരു ചാക്രികമായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. ഈ ലോകം മുഴുവനും ഒരു ചക്രമായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചക്രത്തിൽപ്പെട്ടതാണ് ഭൂമിയുടെ തിരിച്ചൽ, സൂര്യൻ്റെ പ്രദക്ഷിണം, ഭൂമി ഉണ്ടാക്കി തീർക്കുന്ന അഹോരാത്രങ്ങൾ, 7 ദിവസങ്ങളടങ്ങുന്ന ആഴ്ചകൾ, 2 ആഴ്ച കൂടുന്ന പക്ഷം, ചന്ദ്രൻ്റെ വൃദ്ധി ക്ഷയങ്ങൾ, സൂര്യൻ്റെ ഉത്തരായന ദക്ഷിണായന ഗതിവിശേഷങ്ങൾ, 6 മാസം കൂടൽ, ഒരു വർഷം തികയൽ, ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരിവിടെ ജനിച്ചാലും ഈ ചക്രത്തിൻ്റെ ഉള്ളിലാണ് ജനിക്കുന്നത്. ജനിച്ചതിന് ശേഷം ആ ചക്രത്തിൻ്റെ ബാക്കി ഭാഗമാണ് അവർ അനുഭവിക്കുന്നത്. വേറെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സമയത്ത് ജനിക്കണു, അവരെ പിന്തുടർന്ന് ഈ ചാക്രിക ഗതിയാണ് ഇവിടെ എന്ന് നമ്മുടെ ആകാശത്തെ നിരീക്ഷിച്ച് നമ്മുടെ പൂർവികർ പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആകാശ നിരീക്ഷണത്തിൽ വിദഗ്ധരായിരുന്നു നമ്മൾ. എത്രയോ പേർ ആകാശത്തെ നിരീക്ഷിച്ച് ശുക്രന് 20 കൊല്ലം കൊടുക്കുമ്പോൾ ആകാശത്ത് നോക്കി ശുക്രോദയത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി ഒരേ സ്ഥാനത്ത് രണ്ടാമത് ശുക്രൻ വരുന്നതിന് 20 കൊല്ലം എടുക്കണു എന്ന് കണ്ടിട്ടാണ് 20 കൊല്ലം ആ തിരിയുന്നതും അതിൻ്റെ ഭാരമനുസരിച്ചാണ് ഈ തിരിച്ചൽ. അതിലുള്ള സ്വാധീനങ്ങൾ മറ്റു ഗോളങ്ങളുടെ എത്രയുണ്ടോ അതനുസരിച്ചാണ് ഇതിൻ്റെ തിരിച്ചൽ. ഒരു ഗോളം സ്വയം തിരിയില്ല, അതിനെ തിരിപ്പിക്കാൻ മറ്റ് ആകർഷണ ശക്തികളുണ്ട്. അവയ്ക്കൊരു പങ്ക്, ആ ഗോളത്തിന് സ്വയം ഒരു പങ്ക്. ആ രണ്ടും കൂടിയിട്ടാണ് ഈ ആവർത്തനം നടക്കുന്നത്. അതിനെ വേണ്ടതുപോലെ നിരീക്ഷിച്ച് മനസ്സിലാക്കി ഭൂമിയിൽ എങ്ങനെയാണോ മറ്റു ഗോളങ്ങളുടെ ആകർഷണ വലയങ്ങൾ ഉള്ളത്, അതേമാതിരി ഭൂസന്താനങ്ങളായ നമുക്കുമുണ്ട് എന്ന് പറഞ്ഞു ഉണ്ടാക്കിയതാണ് ഈ ജ്യോതിഷശാസ്ത്രം. Actually, it is an absolutely statistical science. On the basis of the data they were able to arrive at by looking into the universe, by positioning their eyes with regard to very specific stellar regions, constellations. നക്ഷത്രമണ്ഡലങ്ങളെ നല്ലപോലെ നോക്കി മനസ്സിലാക്കി അവയിലുള്ള ഗതിവിഗതികളെ ആരാഞ്ഞു നോക്കി ആവർത്തന രൂപത്തിൽ തിരിയണു, ഇത്ര സമയം എടുക്കണു എന്നെല്ലാം മനസ്സിലാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചരിത്രമാണത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ ദേവസ്ഥാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ചോറ്റാനിക്കര മകരം 1-ാം തീയതി ശബരിമല സ്ഥാനം, ഗുരുവായൂർ ഏകാദശി, തൃപ്പയാർ ഏകാദശി, 10-ാം ഉദയം, അക്ഷയ തൃതീയ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒക്കെ ഓടിക്കോളിൻ. മൺഡേ, സൺഡേ, ഷുഡേ, മുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളൊരു കുട്ടി ജനിച്ചാൽ പറയുന്നത് ഇതാണെന്ന്. ഇന്ന നക്ഷത്രം, ഇന്ന തിഥി, സൂര്യാസ്തമനത്തിന് ഇത്ര മുൻപ് ഇത്ര പിന്നില്, അസ്തമനത്തിന് ഇത്ര മുൻപ് ഇത്ര പിന്നില്, ഗർഭശിഷ്ട ദശ ഇത്ര, ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ദശകൾ ആവർത്തിച്ച് വരണു. ഓരോ ഗ്രഹത്തിനും സ്വാപഹാരമുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരമായി ഇങ്ങനെ വീതിച്ചുണ്ടാക്കിയ ഒരു കണക്ക് ശാസ്ത്രമാണപ്പാ ഈ ജ്യോതിഷം. അതോടുകൂടി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ദേവസ്ഥാനങ്ങൾ, ദേവസന്നിധികളെല്ലാം. ആ ദേവസന്നിധികളാണ് നമ്മുടെ സംസ്കാരം നിലനിർത്താൻ പ്രധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ദേവസ്ഥാനങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. എന്താ? അവിടെ ഒരു പൂജാരി പൂജ ചെയ്യണു, അദ്ദേഹം പൂജ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ശാസ്ത്രങ്ങളുമെല്ലാം പഠിച്ചോളണം, ഗ്രഹിച്ചോളണം എന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഭക്തിയോടുകൂടി പൂജ ചെയ്ത് ആ വിഗ്രഹത്തെ ചൈതന്യവത്തായി അനുഗ്രഹകരമാക്കി നിർത്തി ഭക്തന്മാർക്ക് കണ്ടാൽ ആകർഷണവും ഭക്തിയും വിശ്വാസവും എല്ലാം ഉണ്ടാവത്തക്ക വിധത്തിൽ ഭക്തി അന്തരീക്ഷം പരിരക്ഷിച്ചു കൊണ്ടുവന്ന് സ്ഥിരീകരിക്കുക. അതാണ് പൂജാരിയുടെ ചുമതല. ആ ബിംബം മിണ്ടില്ല, പൂജാരി മിണ്ടിയാൽ നിങ്ങൾ കേൾക്കൂല.
അപ്പം നമ്മൾ അവിടെ പോയി നമ്മുടെ ഭക്തി സമർപ്പിച്ചിങ്ങോട്ട് വരണു ഒരു കൃതാർത്ഥതയോടുകൂടി എന്നല്ലാതെ എന്തെങ്കിലും ഒരു സംശയമോ ആവശ്യമോ ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയില്ല. അത് മറുപടി പറയാനുള്ള സമാനമായ ഒരു കേന്ദ്രമുണ്ട് ഇവിടെ. അതാണ് ആശ്രമം. സാധാരണ നിങ്ങളെല്ലാം ഗൃഹസ്ഥന്മാരാണ്, ഗൃഹജീവിതമാണ്, ഗൃഹവ്രതക്കാരാണ് എന്നുണ്ടെങ്കിൽ ആശ്രമത്തിലുള്ളവർ അങ്ങനെയുള്ളവരല്ല. ഗൃഹസ്ഥന്മാർക്ക് തങ്ങളും തങ്ങളുടെ കുടുംബാംഗങ്ങളും അയൽവക്കക്കാരെ പോലും ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരാ. ആശ്രമത്തിലോ ഞങ്ങളല്ല തങ്ങളല്ല ലോകം മുഴുവനും എന്നുള്ള വിചാരക്കാരാണ്. പുതിയ പുതിയ ആൾക്കാരിങ്ങനെ വരും. അവരുടെ കുടുംബാംഗ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കുറയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് രക്തബന്ധം, വിവാഹബന്ധം, ആശ്രമത്തിൽ ആത്മബന്ധം, സത്സംഗബന്ധം, മനോബന്ധം, ബുദ്ധിബന്ധം, അതാണ് അവിടെ. അവിടെ പോയാലാണ് നിങ്ങളുടെ ജിജ്ഞാസ പ്രകടമാക്കുക, ആവശ്യങ്ങളും അപേക്ഷകളും ഉന്നയിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, തീർക്കുക. അവിടെ മിണ്ടുന്ന ദൈവങ്ങൾ, ക്ഷേത്രങ്ങളിൽ മിണ്ടാത്ത ദൈവം. അപ്പോൾ ഈ ക്ഷേത്രം കൊണ്ട് മാത്രം ഇവിടുത്തെ കാര്യം നടക്കില്ല. ആശ്രമങ്ങളും ഇവിടെ ആവശ്യമാണ്. ആ ആശ്രമങ്ങളിൽ എന്താണ് നടക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ശ്ലോകത്തിൽ നാം കാണുന്നത്. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ എന്നിങ്ങനെ ഉപദേശിക്കാൻ ഒരു ബിംബത്തിനെ കൊണ്ടാവില്ല. ഒരു പൂജാരിയും അങ്ങനെ പറയാൻ പോകുന്നില്ല. നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരോ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരോ തമ്മിൽ പറയില്ല. ഇത് പറയണമെങ്കിൽ പ്രബുദ്ധനായിരിക്കുന്ന ഒരു തത്വജ്ഞാനി തന്നെ വേണം. അവർ പറയുന്നതാണ് ഇവിടെ പ്രമാണം. അവിടെയാണ് സംശയങ്ങൾ തീരുക, തർക്കങ്ങൾ ഉന്നയിക്കുക, ജിജ്ഞാസ മുഴുവനും പറയാം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഉപദേശമാണ് ഈ അഷ്ടാവക്ര സംഹിതയിൽ കാണുന്നത്. നിങ്ങളത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി വേണം അത് കേൾക്കാൻ. അപ്പോളേ ഭൂമാനന്ദ സ്വാമിക്ക് ഓരോ ശ്ലോകവും എടുത്ത് പറയാൻ തോന്നുള്ളൂ, വ്യക്തമാക്കാനും ഒരു അഭിലാഷമോ പ്രേരണയോ തോന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയുണ്ട് ഇപ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിലും ലോകത്തിലും എല്ലാം തന്നെ. അതെന്താണ്? മൂല്യച്യുതി എന്ന് പറയുന്നു. മൂല്യം, വാല്യൂ ഡിക്ലൈൻ, അബിസ്മൽ ഡിക്ലൈൻ ഓഫ് വാല്യൂസ്. എപ്പോൾ നോക്കിയാലും അഴിമതികൾ കാണാം, സ്കാം കാണാം. ഇതൊക്കെ ഉണ്ടാവണു. ഇതൊക്കെ ആര് നടത്തുന്നതാ? ഭൂമിയോ നക്ഷത്രങ്ങളോ ഗോളങ്ങളോ നടത്തുന്നതല്ല. ഭൂസന്തതികളായിരിക്കുന്ന മനുഷ്യരാശി മാത്രം ചെയ്യുന്നതാണ്. ഈ മൂല്യച്യുതി എവിടെയാണ് കാണുന്നത്? വ്യക്തിയിലുണ്ട്, കുടുംബത്തിലുണ്ട്, സമാജത്തിലുണ്ട്, ഭരണമണ്ഡലത്തിലുണ്ട്. അഴിമതിയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും. എന്നാൽ ഇങ്ങനെയുള്ള മൂല്യച്യുതി അനുവദിക്കുന്നതാണോ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാലല്ല. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ? ജനക മഹാരാജാവ്, ഭരണകർത്താക്കളിൽ വെച്ച് ഏറ്റവും ആരാധ്യനും മാതൃകാപരവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ജനക മഹാരാജാവ്. അദ്ദേഹമാണ് 8 വളവില്ല അഷ്ടാവക്ര മഹർഷിയെ നമസ്കരിച്ച് എനിക്ക് അറിവ് ഉപദേശിക്കൂ എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായം നിങ്ങളൊന്ന് അന്വേഷിക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യന് വിദ്യ എവിടെയും അഭ്യസിക്കാം. സിംഹാസനത്തിലിരുന്നു കൊണ്ട് രാജാവിന് തോന്നുകയാണ് എനിക്ക് ജ്ഞാനം പറഞ്ഞു തരൂ, അറിവ് പറഞ്ഞു തരൂ എന്നാണ് ചോദിക്കുന്നത് വന്നു കയറിയ മഹർഷിയോട്. അദ്ദേഹം ജോലിക്ക് വെച്ചിട്ടുള്ള ആളല്ല, അദ്ദേഹത്തിൻ്റെ സദസ്സിൽപ്പെട്ട വിദ്വാനല്ല, നുഴഞ്ഞു കയറിയ ഒരു അഷ്ടാവക്ര മഹർഷി. കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം അറിവിൻ്റെ ഉറവിടമാണെന്ന്. ഉടനെ നമസ്കരിച്ച് ചോദിക്കുകയാണ് എനിക്ക് പറഞ്ഞു തരൂന്ന്. ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും വിദ്യ അഭ്യസിക്കേണ്ടത്. അതിന് സമയമില്ല, മുഹൂർത്തമില്ല, ദശയില്ല, വയസ്സില്ല, സൗകര്യങ്ങളില്ല. എവിടെ അറിവുണ്ടോ അവിടെ പോയി ചോദിക്കണം. കൃഷ്ണൻ ആദ്യമായി ഉദ്ധവനോട് പറയുമ്പോൾ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? എൻ്റെ തന്നെ പൂർവികൻ യദുചക്രവർത്തി രഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു യുവാവായ ഒരു അവധൂതനെ കണ്ടു. കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഉപായപ്പെട്ടവനല്ലാന്ന്. രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി നമസ്കരിച്ചു. ലോകത്തിലെല്ലാവരും പല വിധത്തിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് വിധേയമായി നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കെ യുവത്വം മുറ്റി തുളുമ്പി നിൽക്കുന്ന അങ്ങ് ഗംഗാനദിയിൽ ഇറങ്ങിക്കിടക്കുന്ന ആനയെപ്പോലെ സ്ഥിരചിത്തനായി സംശാന്ത സുന്ദരനായി ഇരിക്കുന്നുണ്ടല്ലോ. അതിനുള്ള കാരണം എന്താ മഹാപ്രഭോ? ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചത്.
അപ്പോഴാണ് അദ്ദേഹം എനിക്ക് 24 ഗുരുവാണ്, ഈ ലോകത്തിലുള്ളതിനെ മുഴുവനും ഞാൻ കണ്ടുപഠിക്കണു എന്ന് പറഞ്ഞ്, പർവ്വതം എനിക്ക് ഗുരുവാണ്, സമുദ്രം ഗുരുവാണ്, പുഴ ഗുരുവാണ്, മരങ്ങൾ ഗുരുവാണ്, ശരമുണ്ടാക്കുന്നവൻ ഗുരുവാണ്, പെൺകുട്ടി ഗുരുവാണ്, മിഥിലാ രാജ്യത്തിലുള്ള പിങ്കള വ്യഭിചാരിണി അവളും ഗുരുവാണെന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെ 24 ഗുരു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഈ ഭാഗം ശ്രീമദ് ഭാഗവതത്തിന് ഓരോ കൊല്ലവും പുസ്തകം എഴുതുന്നുണ്ടല്ലോ. ആ എഴുതുന്നതിൽ കൃഷ്ണൻ്റെ 24 ഗുരുമുഖങ്ങൾ എന്നുള്ള പേരിലാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. തൻ്റെ പൂർവികൻ അവധൂതനോട് ചോദിച്ച 24 ഗുരുക്കളുണ്ടല്ലോ, അത് കൃഷ്ണൻ അവതരിപ്പിക്കുമ്പോൾ കൃഷ്ണനും അത് അംഗീകരിച്ചു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ 24 ഗുരുമുഖങ്ങളോടുകൂടി ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഉപദേശിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, അറിവ് എങ്ങനെ അർത്ഥിച്ച് കൈക്കലാക്കണം, അറിവിൻ്റെ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്നു, ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ്. അതുമാതിരി നവയോഗി സംഭാഷണം എന്നൊരു ഭാഗമുണ്ട് ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ. അതും ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്നുള്ള പേരിലാണ് അതിന് വിവരണവും വ്യാഖ്യാനവും എഴുതിയിരിക്കുന്നത്. എത്ര വിശേഷപ്പെട്ടതാ! 24 ഗുരു എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത്ര വിശേഷപ്പെട്ടതാണ്. ജനക മഹാരാജാവ് അഷ്ടാവക്ര മഹർഷിയോട് എതിർച്ചയാ വന്നു ചേർന്ന മഹർഷിയുടെ വൈഭവം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കാക്കൽ വീണ്, എനിക്ക് ജ്ഞാനം പറഞ്ഞു തരൂ, വൈരാഗ്യം പഠിപ്പിച്ചു തരൂ, മുക്തി അനുഭവിക്കാനുള്ള മാർഗം നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു കൂട്ടരെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ മുക്തി എല്ലാവരുടെയും വെളിപാടിൽ നിൽക്കുന്നതാണ്. നിങ്ങളാരും ഈ മുക്തിക്ക് വേണ്ടി വയസ്സാവാൻ നിൽക്കരുത്. മനസ്സിൻ്റെ സംഘർഷത്തിൽ നിന്നുള്ള മുക്തിയാണ്, വടംവലികളിൽ നിന്നുള്ള മുക്തിയാണ്, നൂലാമാലുകളിൽ നിന്നുള്ള മുക്തിയാണ്. സ്വച്ഛമായി സ്വതന്ത്രമായി നല്ല ഒരു മനസ്സോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒരു തരത്തിലും തളരാതെ പതറാതെ കുതറാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നതാണ് മോക്ഷശാസ്ത്രം. അതിനെയാണ് ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. ജ്ഞാനാദേവ കൈവല്യപ്രാപ്തി, അറിവ് കൊണ്ട് മാത്രമേ ഇവിടെ മുക്തി ഉള്ളൂ. ഈ മുക്തിക്ക് വേണ്ടി ഒരു ബാം മേടിക്കണ്ട, അവിടെ പോണ്ട ഇവിടെ പോണ്ട, ന കർത്താസി ന ഭോക്താസി, നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കണു അതിസൂക്ഷ്മമായി. നിങ്ങളുടെ അമൂർത്തമായ വ്യക്തിത്വമുണ്ടല്ലോ, അത് തന്നെയാണ് മുക്തം. അതിനെ ചുഴിഞ്ഞിറങ്ങി മനസ്സിലാക്കൂന്ന് ഈ സംഗതികൾ മുഴുവൻ ഊന്നി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു ഒരു നിലയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസം. കുട്ടികളെ ഗുരുക്കളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മടക്കി തന്നാൽ മതി, അച്ഛനമ്മമാരുടെ ഇടപെടലോ ഇൻ്റർഫിയറൻസോ തടസ്സമോ വേണ്ട എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ ഗൃഹത്തിൽ താമസിച്ച് പഠിച്ച് തിരിച്ചു വന്ന് സമാവർത്തനം നടത്താം എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞയച്ചു കൊണ്ടിരുന്നു. ആ കുട്ടികൾക്ക് നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസത്തിൽ വ്യക്തിത്വത്തിൻ്റെ വികസനം വളരെ പ്രധാനമാണ്. അത് ഉറപ്പുവരുത്തുമാറുള്ള വിദ്യാഭ്യാസമായിരുന്നു നമ്മുടെ. ജനക മഹാരാജാവ് തൻ്റെ ഉള്ളു വികസിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അഷ്ടാവക്ര മഹർഷിയോട്, എനിക്ക് വയസ്സായി, രാജ്യം ഭരിക്കണു, എല്ലാവരേക്കാളും കേമനാണ് എന്നൊക്കെ തോന്നിയാലും എൻ്റെ ഉള്ളു പൊള്ളയാണ് മഹർഷിയെ, എനിക്ക് ജ്ഞാനം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ചോദിച്ചുല്ലോ. ഇതാണ് നമ്മുടെ മോഡൽ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം അധ്യാത്മാധിഷ്ഠിതമായിരുന്നു. അധ്യാത്മ വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ്. ശരീരത്തിൻ്റെ ഉൾവ്യക്തിത്വമുണ്ടല്ലോ, ആ ഉൾവ്യക്തിത്വത്തിൽപ്പെട്ട മനസ്സിനെയും ബുദ്ധിയെയും വിശകലനം ചെയ്ത് മനസ്സിലാക്കി മനസ്സിൻ്റെ സ്ഥാനവും ദൗത്യവും എന്ത്, ബുദ്ധിയുടെ ദൗത്യം എന്ത്, ബുദ്ധിയും മനസ്സും കൂടി എങ്ങനെ ഇണങ്ങിയിരിക്കണം, ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കുമ്പോൾ വിനിയോഗിക്കുമ്പോൾ മനസ്സിന് വേണ്ട മുൻകരുതൽ എന്തെല്ലാം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചു. പാശ്ചാത്യരുടെ പ്രവണതകളും അവരുടെ മാനദണ്ഡങ്ങളുമായി നമുക്കും മാനദണ്ഡങ്ങൾ എന്ന് വന്ന് വിവരശേഖരമായിരുന്നു അവിടെ, സാങ്കേതിക വിദ്യയായിരുന്നു അവിടെ. ഇന്നും വിദ്യാഭ്യാസം പാശ്ചാത്യ രാജ്യത്തിൽ എങ്ങനെയാണ്, എത്രയും ഇൻഫർമേഷൻ ശേഖരിക്കണം. കണ്ടില്ലേ, ചൊവ്വേലിക്ക് പോകണം, ഭൂമി കാര്യങ്ങളൊക്കെ മുഴുവനാക്കിയോ നമ്മൾ ചൊവ്വേലിക്ക് പോകാൻ? അതവിടെ കിടന്ന് ചുറ്റിക്കോട്ടെയപ്പാ, നിങ്ങൾക്കെന്ത് വേണം? ചൊവ്വ നിങ്ങളെ എങ്ങനെ മാടി വിളിക്കണു?
ഞങ്ങളുടെ കേമത്തം കാണിക്കണം. എത്ര ഉറുപ്പിക ചെലവ് ചെയ്താലും പറന്നങ്ങോട്ട് എത്തണം. അവിടെ സാറ്റലൈറ്റിനെ വിസർജിക്കണം. ഇതെന്താ ഇതിൻ്റെ അർത്ഥം? സാങ്കേതിക വിദ്യയിലാണ് ഇന്ന് നമുക്ക് ഊന്നൽ മുഴുവൻ. വിവരങ്ങളിങ്ങനെ ശേഖരിക്കുക. ആ വിവരങ്ങൾ നല്ലതോ ചീത്തയോ എന്നുള്ളത് ഇരിക്കട്ടെ, ശേഖരിച്ചിപ്പോൾ എന്തുണ്ടായി? ഭൗമതാപം വർദ്ധിച്ച് ഇന്നത്തെ സ്ഥിതി എന്താ? നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലാകണത്. ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി ഭൗമതാപം 2.5 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു കാണും. അതോടുകൂടി ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു നിലയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ കയ്യിൽ മനുഷ്യൻ്റെ വളർച്ചയോ വികാസമോ എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയാൻ ഒന്നാം തരം അവസരമാണ് ഇവിടെ. അപ്പോൾ സാങ്കേതിക വിദ്യയിലുള്ള വൈദഗ്ധ്യത്തിന് വേണ്ടി നമ്മളും പുറപ്പെട്ടതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ആകെ തലകീഴായി മറിഞ്ഞു. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം പിന്തുടർന്ന അതേ വിദ്യാഭ്യാസം നമുക്കും വേണം എന്ന് തോന്നി തുടങ്ങി. ഇത് വല്ലാത്തൊരു പിശകായി, വല്ലാത്തൊരു വൈരുദ്ധ്യമായി. നളന്ദ യൂണിവേഴ്സിറ്റിയിലെ 20,000 കുട്ടികളായിരുന്നു, 5,000 അധ്യാപകന്മാർ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. 20,000 കുട്ടികളും 5,000 അധ്യാപകന്മാരും. എന്താ പ്രപ്പോർഷൻ എന്ന് പറയൂ? ഇവിടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എങ്ങനെയുണ്ടോ അവിടെ? ഭാരതത്തിൽ നിന്ന് പുറത്തുള്ള പല ആൾക്കാരും അവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നു. ടർക്കിയിലുള്ളവരാണ് കീഴടക്കി അവിടെയുള്ള ബൗദ്ധ സന്യാസിമാരെ മുഴുവൻ കൊന്നൊടുക്കി അവിടെയുള്ള ലൈബ്രറിയിലും എല്ലാമുള്ള പുസ്തകങ്ങളെ അടുപ്പിലത്തെ വിറക് പോലെ കത്തിച്ച് 3 മാസം കൊണ്ട് നശിപ്പിച്ചത്. കേട്ടോളൂ, കേൾക്കേൻ, മനസ്സിലാക്കേൻ. അതേമാതിരി ഒരു യൂണിവേഴ്സിറ്റി ബിൽഡപ്പ് ചെയ്യാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ടോ? 67 കൊല്ലമായി. ഭാരതം എന്ന് പറഞ്ഞാൽ വിദ്യാ നിക്ഷേപമാണ്. ഇവിടെ അറിവിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. വിദ്യാഭ്യാസം മൊത്തം തന്നെ ആദ്യം മുതലൊക്കെ മൂല്യാധിഷ്ഠിതമായിരുന്നു. ആ വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥമായി പ്രതിപാദിക്കുന്നത്. ആദ്യം മൂല്യാനുബദ്ധമായ ജീവിതം, ധർമ്മം. ആ ജീവിതത്തിലൂടെ പണം സമ്പാദിക്കുക, വ്യവസായം സ്ഥാപിക്കുക, കൃഷി നടത്തുക, കച്ചവടം നടത്തുക. എത്ര വേണമെങ്കിൽ പണം സമ്പാദിച്ചോളൂ, ഒരു വിരോധവുമില്ല. ആ സമ്പാദ്യം മൂല്യാധിഷ്ഠിതമാകണം. എന്ത്? മൂല്യാധിഷ്ഠിതമായി പണം സമ്പാദിച്ചതാണോ വിദേശ രാജ്യങ്ങളിൽ കടന്ന് സർക്കാർ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ കള്ളപ്പണം കട്ടുകൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവരാൻ? ആരാ ഇതിന് ഉത്തരവാദി? നിങ്ങൾ പറയും. എന്താ മിണ്ടാതെ? നമ്മുടെ സർക്കാർ പറയണു ഇത് കൊണ്ടുവരാൻ പറ്റില്ല, എളുപ്പമല്ലാന്ന്. ഇന്റർനാഷണൽ ട്രീറ്റി ഉണ്ടെന്നാ പറയണത്. അവർ കട്ടൂന്നും അറിയാം, കൊണ്ടുപോയി എന്നും അറിയാം, നിക്ഷേപിച്ചു എന്നും അറിയാം. 700 ആൾക്കാരുടെ പേരും ഞങ്ങളുടെ കയ്യിലുണ്ട്. കൊടത്തു SITക്ക് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന കാര്യം എളുപ്പമല്ല എന്ന് തെരഞ്ഞെടുത്ത സർക്കാർ, നമ്മളെ പരിരക്ഷിക്കുന്നവർ തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം, അതിൻ്റെ അടിതെറ്റൽ എത്രത്തോളമുണ്ട് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ധർമ്മത്തിലൂടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. മൂല്യം പരിരക്ഷിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് വിവാഹം കഴിക്കൂ, കുട്ടികളുണ്ടാവട്ടെ, വ്യവസായം നടത്തൂ, സമ്പാദ്യമാവട്ടെ, കോടാനുകോടി പണം സമ്പാദിക്കൂ, ഒരു വിരോധവുമില്ല. അതിൽ നിന്ന് കിട്ടുന്ന നികുതിയും മറ്റുമായി സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടാവും. ഇവിടുത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റാനുള്ളത്. വിദേശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ബഡ്ജറ്റില്ലാതെ രാജ്യം ഭരിക്കാം. അത്രയധികം പണമുണ്ടാവും ഇവിടെ. ഇതാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിട്ടുള്ള കാര്യം. ഇതിന് ഉത്തരവാദികൾ ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂല്യശോഷണം, മൂല്യച്യുതി, അതിൻ്റെ വ്യാപകമായിരിക്കുന്ന ഫലം സമാജത്തിൽ പ്രതിഫലിച്ച് കാണുമ്പോഴാണ് ബന്ധപ്പെട്ടവർ കണ്ണു തുറന്ന് ആലോചിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. മൂല്യശിക്ഷണം വേണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്. എന്നാൽ ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത് എന്തെല്ലാം വാല്യൂസാണ് നമുക്ക് വേണ്ടത് എന്ന് ചിന്തിക്കാൻ ഇവിടെ ആരുമില്ല. നമുക്കിവിടെ വ്യവസായ മേധാവികളുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഈ വ്യവസായത്തിലുള്ള കാശ് മുഴുവനും പൊതുജനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന കാശാണ്, അവർ മേടിച്ചു കൊടുക്കുന്ന കാശാണ്. അപ്പം സമാജം ഉണ്ടെങ്കിലേ വ്യവസായം അഭിവൃദ്ധിപ്പെടുള്ളൂ. സമാജത്തിനോടൊരു കടപ്പാടുണ്ട്. ആ
ആ സമാജത്തോടുള്ള ഉത്തരവാദിത്തത്തെപ്പറ്റി മനസ്സിലാക്കാതെ ഇപ്പോഴാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ആശയത്തോടു കൂടി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് വ്യവസായ മേധാവികൾ സ്വയം ചെയ്യേണ്ടതായിരുന്നു. നിയമം മൂലം ശാസിക്കാതെ തന്നെ അവർ ചെയ്യേണ്ട കാര്യമാണ്. ധനസമ്പാദനത്തിൽ നല്ല മൂല്യബദ്ധത നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളുണ്ടല്ലോ, അതൊരൊറ്റ ഫ്രേസ് മാത്രം മതി ഇതിനെല്ലാറ്റിനും മറുപടി. ധർമ്മം കൊണ്ട് അർത്ഥം, അർത്ഥം കൊണ്ട് ആഗ്രഹപൂരണം, ആഗ്രഹം കഴിഞ്ഞ അവസാനം മോക്ഷം. അതാണ് ഇവിടെ ജനകൻ ചോദിക്കുന്നത്. കഥം മുക്തിർ ഭവിഷ്യതി. നമ്മുടെ 4 പുരുഷാർത്ഥങ്ങളിൽപ്പെട്ട അവസാനത്തെ പുരുഷാർത്ഥമാണ് ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നത്. എങ്ങനെ പണം സമ്പാദിക്കുന്നുവോ, എങ്ങനെ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാവുന്നുവോ, എങ്ങനെ വീട് കെട്ടുന്നുവോ, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിക്കും സൗഭാഗ്യ സാഫല്യത്തിനും വേണ്ടിയുള്ളതാണ് 4ാമത്തെ പുരുഷാർത്ഥം മോക്ഷം. എല്ലാവരും ഇവിടെ 4 ആശ്രമങ്ങളാണ്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. നിങ്ങളൊക്കെ സന്യാസമെടുത്ത് സന്യാസിമാരായി മരിക്കേണ്ടവരാണ്. അങ്ങനെ സന്യാസിമാരാക്കി ആശയില്ലാതെ, ദുരയില്ലാതെ, മമതയില്ലാതെ ലോകത്തിനുള്ള ഒരു സംഭാവനയും സമർപ്പണവുമാണ് വ്യക്തിയുടെ ജീവിതം എന്ന് മനസ്സിലാക്കി എല്ലാവരും ജീവിപ്പിക്കുക. ഇതാണ് നമ്മുടെ മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും തത്വങ്ങളും നിർബന്ധിക്കുന്ന കാര്യം. ഇത് നമ്മുടെ ഇടതുപക്ഷക്കാരടക്കം എല്ലാവരും മനസ്സിലാക്കിയാൽ എത്ര നന്നായി നിങ്ങൾ ആലോചിക്കൂ. ഞാൻ ഇടതുപക്ഷക്കാരോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യം സാമൂഹ്യ സാമ്പത്തിക ഭരണമാണ്, ഞങ്ങൾക്ക് ആവശ്യം സാമൂഹ്യ സംസ്കാര ഭദ്രതയാണ്. നമ്മൾ സമാന്തരമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ശൈഥില്യമില്ല, വൈരുദ്ധ്യമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഹിന്ദുക്കളുടെ ധർമ്മകേന്ദ്രങ്ങളെയും കാര്യങ്ങളെയും പറ്റി മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. എന്താ സ്വാമിജി, അബദ്ധം പറ്റി, നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണെന്നൊക്കെ പറയാറുമുണ്ട്. അപ്പം നമ്മുടെ ദേശീയ മൂല്യങ്ങളുണ്ടല്ലോ, ആ മൂല്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ തടസ്സമല്ല. ഒരു വ്യക്തിയെയും സ്വാർത്ഥിയാക്കാൻ അനുവദിക്കുന്നതല്ല നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങളും സംസ്കാരങ്ങളും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആശ്രമങ്ങളുണ്ടല്ലോ, അതാണ് ദ കോൺഷ്യൻസ് കീപ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ ലാംഗ്വേജ് ഓഫ് അവർ റെസ്പെക്റ്റബിൾ ജുഡീഷ്യറി. മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണത്രേ ഇവിടുത്തെ ആശ്രമങ്ങൾ. എല്ലാ രാജ്യത്തിലും എല്ലാ സമുദായത്തിലും അങ്ങനെയുള്ളവരുണ്ടാവും. അവിടെ എന്തെങ്കിലും വികലതയോ തകരാറോ വന്നാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് റിപ്പോർട്ട് ചെയ്യാതെ ഒതുക്കി അതിനെ പരിരക്ഷിക്കാനുള്ള ഒരു നിലപാടാവണം എല്ലാവരും സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ആന്ധ്ര ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതൊക്കെ വളരെ പ്രധാനമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അഷ്ടാവക്ര സംഹിത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മൂല്യമാണതിൽ ചർച്ച. മനുഷ്യ ജീവിതത്തെ എങ്ങനെ നയിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, എന്താകണം അതിൽ ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. വ്യവസായങ്ങൾക്ക് ഇവിടെ നല്ല സ്ഥാനമുണ്ട്. അവർ കൊടുക്കുന്ന പണമാണ് മാക്സിമം സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് കാണുക. പക്ഷേ അവർ മനസ്സിലാക്കണം, പ്രജകൾ പല വിധത്തിലും നമുക്ക് തരുന്ന പണമാണ് നമ്മുടെ കയ്യിൽ. ആ പ്രജകളെ ഭദ്രമായി രക്ഷിക്കണം. അതുകൊണ്ട് പൊല്യൂഷൻ ഇല്ലാതെ, മണ്ണിനോ വെള്ളത്തിനോ കാറ്റിനോ ഒന്നും പൊല്യൂഷൻ ബാധിക്കാതെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഭദ്രമായി പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്യണം എന്നൊക്കെ അവർ മനസ്സിലാക്കേണ്ടതാണ്. ആ കാര്യത്തിലൊക്കെ മൂല്യച്യുതി, കാഴ്ചപ്പാടില്ലാതെ കടന്ന് കഴിയണു. ഞാനിങ്ങനെ അധ്യാത്മം എന്ന് പറഞ്ഞ് വെറുതെ എന്തോ എന്ന് പറഞ്ഞാൽ അതിൽ പ്രസക്തി ഉണ്ടാവില്ല. പറയുന്നത് എപ്പോഴും ആധുനികമായിരിക്കണം, ജീവിതത്തോട് പ്രസക്തി ഉള്ളതുമാവണം. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ജനകൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്, അഷ്ടാവക്ര മഹർഷിയോട് ചോദിക്കുന്നത്. ഒരു മഹാരാജാവാണ് ഇത് ചോദിച്ചേ എന്ന് വരുമ്പോൾ അതിന് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ശ്ലോകം ഏതാ? നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ പറഞ്ഞു നിർത്തിയ ശ്ലോകം 5ാമത്തെ ശ്ലോകമാണ്. 6ാമത്തതാണ് ഇപ്പോഴത്തെ ശ്ലോകം. ധർമാധർമ്മോ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി
न कर्तासि न भोक्तासि മുക്ത ഏവാസി സർവദാ. मुक्त एवासि सर्वदा. ഞാൻ പറയട്ടെ, കേൾക്കൂ നിങ്ങളെല്ലാവരും. ധർമാധർമ്മൗ സുഖം ദുഃഖം, ധർമാധർമ്മൗ സുഖം ദുഃഖം. ഈ ലോകം എന്ന് പറയുന്നത് ജീവിതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ലോകം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ലോക പരിഗണനയിൽ, ജീവിതത്തിൻ്റെ പരിഗണനയിൽ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് എവിടെയാണ്? അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുട്ടി ജനിച്ചു പുറത്തേക്ക് വന്നു, പൊക്കിൾ കൊടി മുറിച്ചു എന്നുണ്ടെങ്കിൽ ആ ജീവൻ സ്വന്തമായി ബ്രീത് ചെയ്യണു, ശ്വസിക്കുന്നു. അത് മുതൽക്ക് അതിൻ്റെ ശരീരത്തിനെ തൊട്ടാൽ അതിനറിയാം. ശ്വാസം അതെടുക്കുന്നതാണ്, വിടുന്നതും അതാണ്. ഭക്ഷണം അത് കഴിക്കും, ശരീരം വളരും. ആ കുട്ടിയുടെ ജീവിതം തുടങ്ങുന്നത് ലോകത്തിൽ നിന്നോ അതോ അതിൻ്റെ തന്നെ വ്യക്തിത്വത്തിൽ നിന്നോ? എന്താ മിണ്ടാതെ? ലോകം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണുന്ന ലോകമാണപ്പാ. നിങ്ങൾക്ക് കാണാൻ കണ്ണില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നിറങ്ങളുണ്ടാവോ? ചെവിയില്ലെങ്കിൽ ശബ്ദമുണ്ടാവോ? മൂക്കുണ്ടെങ്കിൽ വാസനയോ? നാവില്ലെങ്കിൽ രുചിയോ? ത്വക്കില്ലെങ്കിൽ സ്പർശമോ ഉണ്ടാവോ? ഈ ലോകത്തിന് ഈ 5 കൂട്ടമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് ശബ്ദസ്പർശ രസരൂപ ഗന്ധമായി ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതും പരാമർശിക്കുന്നതും. അപ്പം നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല ലോകത്തിനും കൂടി ഉറവിടമാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ? എത്ര ആൾ പറയുന്നു? ഒന്ന് കൈ പൊന്തിക്കും കേൾക്കട്ടെ, ഞാൻ കാണട്ടെ. വെരി ഗുഡ്, വളരെ സന്തോഷം. അതാണ് നമ്മളിവിടെ വ്യക്തിഗതമായ ചർച്ച ചെയ്യുന്നത്. ധർമാധർമ്മം സുഖം ദുഃഖം. സുഖം ദുഃഖം എന്ന് പറയുന്നത് തൊലി പുറമേയുള്ള അനുഭവമോ അതോ സുഖം ദുഃഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലത്തിലുള്ള അനുഭവമോ? ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾക്കുണ്ടായിക്കോട്ടെ, 16 കുട്ടികളുണ്ടെങ്കിലും ഈ 16 കുട്ടികളെ കണ്ടും കേട്ടും വ്യവഹരിച്ചും കിട്ടുന്നത് 2 സുഖം ദുഃഖം. ഒരു കുട്ടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും സുഖം ദുഃഖം നിങ്ങൾക്കുണ്ടാവും. കുട്ടിയില്ലെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാവും. സുഖം ദുഃഖം എന്ന് പറയുന്ന 2 പരിണത ഫലം മാത്രമാണ് ലോകത്തിൽ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളുമായ സമ്പർക്കത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ജീവിതം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ, മാത്രകൾ. ആ ഇന്ദ്രിയങ്ങൾക്കുള്ള സ്പർശങ്ങൾ ലോകവസ്തുക്കൾ. ഈ മാത്രകളിൽ വന്ന് പതിയുന്ന സ്പർശങ്ങളാണ് ഈ ലോകവും ജീവിതവും മുഴുവനും. അതെങ്ങനത്തതാണ്? ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതം ഉഷ്ണം എന്ന് പറയുന്നത് തൊലിപ്പുറമേ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുപോലെ സുഖം ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൽ അനുഭവിക്കുന്നതാണ്. എത്രയെല്ലാം ലോകവസ്തുക്കൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ അവയെ സ്പർശിച്ചാലും ആ സ്പർശങ്ങളെല്ലാം കൂടി അതിൻ്റെ ആകത്തുക മനസ്സിൽ പ്രതിഫലിക്കുന്ന സമയത്ത് അവിടെ സുഖം ദുഃഖം എന്ന് പറയുന്ന 2 അനുഭവം മാത്രമേ ഉള്ളൂ. സുഖദുഃഖം മനഃസൃഷ്ടമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ അതുപോലെ ധർമാധർമ്മവും മനസ്സിൻ്റെ സങ്കല്പമാണ്. എവിടെ പോയി കാര്യങ്ങൾ? നമ്മൾ ധർമ്മം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, 2 അക്ഷരം. അത് മനസ്സിൽ ഉദിക്കുന്ന ഒരു പ്രത്യയമാണ്. ഇറ്റ്സ് എ കോൺസെപ്റ്റ്. മനസ്സിൻ്റെ പ്രത്യയമാണ്. ഇറ്റ്സ് എൻ ഐഡിയ ദാറ്റ് അറൈസസ് ഇൻ ദ മൈൻഡ്. അധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സുഖദുഃഖങ്ങൾ മാനസങ്ങളാണെങ്കിൽ ധർമാധർമ്മങ്ങളും മാനസങ്ങളാണ്. നിങ്ങൾ മനസ്സ് മാത്രമാണോ, ശരീരം മാത്രമാണോ, അതോ മനസ്സിനും അപ്പുറം ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്കൊരു ഉൾവ്യക്തിത്വം അടിസ്ഥാനമായി അചഞ്ചലമായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഒരിക്കലും ഞാൻ മനസ്സാണെന്ന് പറയുന്നില്ല, എനിക്കൊരു മനസ്സുണ്ട് എന്നേ പറയുന്നുള്ളൂ. ഞാൻ മനസ്സാണെന്ന് ആരും പറയുന്നില്ല, ഞാൻ ശരീരമാണെന്നും പറയുന്നില്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ലോകം. ഇവിടെ പരാമർശിക്കുന്നത് മുഴുവൻ എൻ്റെ ആയിട്ടാണ്. എൻ്റെ അനവധിയാകാം.
ഞാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ എന്ന് പരാമർശിക്കുന്നത് ഒരൊറ്റ ഞാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ആ ഞാൻ എൻ്റെ അല്ല, ഞാനാണ്. ആ ഞാൻ എന്ന് പറയുന്ന തലം മനസ്സിൻ്റെ തലമല്ല. മനസ്തലത്തിലാണ് സുഖദുഃഖങ്ങളും ധർമാധർമ്മങ്ങളും. മാനസാനി നതേ വിഭോ. ഒന്ന് മനസ്സിലാക്കുന്നപ്പ, ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും മാനസതലത്തിൽ മാത്രമേ ഉള്ളൂ. നതേ വിഭോ. ജനക മഹാരാജാവേ, അങ്ങ് മനസ്സിലാക്കൂ, അങ്ങയുടെ ഉൾവ്യക്തിത്വം വിഭുവാണ്. എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതാ. നിങ്ങൾ ശ്വസിക്കുന്ന കാറ്റ് ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, അതോ എല്ലാ ഭാഗത്തും പരന്നിരിക്കുന്നുവോ? ഇതുണ്ടാത്ത നിങ്ങളുടെ ശരീരം ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും നമ്മുടെ ശരീരത്തിലേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കാറ്റിനെ കണക്കാക്കുമ്പോഴോ ആ കാറ്റ് ഉള്ളിലുള്ളതുപോലെ പുറത്തുമുണ്ട്. അപ്പം നിങ്ങളുടെ വായു വ്യക്തിത്വം വികസിതമല്ലേ, വിശാലമല്ലേ? അതുപോലെ ദ്രവ്യതലങ്ങളെ മുഴുവൻ കടന്ന് ചേതനാതലത്തിൽ എത്തുമ്പോഴാണ് മനസ്സ്, അവിടെയാണ് ബുദ്ധി, അവിടെയാണ് അഹങ്കാരം. അതും കഴിഞ്ഞ് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മതലത്തെ പരിശോധിച്ച് നോക്കുമ്പോഴോ അവിടെ ജനക മഹാരാജാവേ, അങ്ങ് വിഭുവാണ്. ആകാശം പോലെ വ്യാപകമാണ്. ഇടതടവില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. മാനസാനിനതേ വിഭോ. അങ്ങനെ വിഭുത്വം ഉള്ളിൽ പരിരക്ഷിക്കുന്ന, സൂക്ഷിച്ചു വച്ചിട്ടുള്ള അങ്ങക്ക് ഈ ധർമാധർമ്മങ്ങളോ സുഖദുഃഖങ്ങളോ ഇല്ല. സുഖം വരണു പോണു, ദുഃഖം വരണു പോണു, രണ്ടും തങ്ങി നിൽക്കുന്നില്ല. അങ്ങനെ അവ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുമ്പോൾ അങ്ങ് വന്നു പോണുണ്ടോ? ഇല്ലല്ലോ. സുഖദുഃഖങ്ങളല്ലേ വന്നു പോകുന്നുള്ളൂ. ധർമാധർമ്മങ്ങളും അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചസ്തമിക്കുന്നതാണ്. ആ ഉദയാസ്തമനങ്ങൾ നടക്കുന്നത് മനസ്തലത്തിൽ. ആത്മതലത്തിൽ ഇല്ല. മാനസാനി നതേ വിഭോ. അങ്ങ് വിഭുവാണ്. മനസ്സിന് അപ്പുറം കിടന്ന് ചിന്തിക്കൂ, സുഖദുഃഖങ്ങൾക്ക് അപ്പുറം കിടന്ന് ചിന്തിക്കൂ. മനസ്തലത്തിൽ മാത്രമേ ഇതുള്ളൂ. മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനുമെല്ലാം അപ്പുറത്ത് കിടക്കുന്ന ആത്മതലം സർവവ്യാപകമാണ്, വിഭുത്വമാണ് അതിൻ്റെ വിവരണം. ഭഗവാന് വിഭോ എന്ന് പറയുന്നുണ്ടല്ലോ. അതേമാതിരി നമ്മുടെ ആത്മാവും വിഭുവാണ്. ആ വിഭുത്വമുള്ള അങ്ങുണ്ടല്ലോ, ന കർത്താസി. അങ്ങ് ഒരു സാധനം ചെയ്യുന്നില്ല. ചെയ്യുന്നത് മുഴുവൻ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. കണ്ണുള്ളത് കൊണ്ട് കാണുന്നു. കാഴ്ച കണ്ണ് ചെയ്യുന്നതാണ്. കണ്ണില്ലെങ്കിൽ ഞാൻ കാണില്ല, ചെവിയില്ലെങ്കിൽ ഞാൻ കേൾക്കില്ല, മൂക്കില്ലെങ്കിൽ ഞാൻ വാസനിക്കില്ല, നാവില്ലെങ്കിൽ എനിക്ക് രുചിയില്ല, ത്വക്കില്ലെങ്കിൽ സ്പർശവുമില്ല. ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ഞാൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾ അനവധി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. പലർക്കും പലതരത്തിലുള്ള വസ്ത്രങ്ങളും നിറങ്ങളുമാണ്. ഈ നിറങ്ങളൊക്കെ കണ്ണ് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ കാണുന്നു. കണ്ടതിൻ്റെ പതിപ്പുകൾ മനസ്സിൽ ഉണ്ടാവുന്നു. ചുവപ്പുകാരുടെ ചുവപ്പ് നിറം, നീലക്കാരുടെ നീല നിറം, വെളുപ്പുകാരുടെ വെളുപ്പ് നിറം, ഇത് മുഴുവനും എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് മനസ്സ് കറുപ്പോ വെളുപ്പോ മഞ്ഞയോ നീലയോ ആവുന്നുണ്ടോ? ശരിക്കും നിങ്ങളെ വിശ്വസിക്കാമോ? കണ്ണ് എപ്പോഴെങ്കിലും വെളുപ്പിനെ കാണുന്ന കണ്ണ് വെളുത്തു പോകുന്നുണ്ടോ? കറുത്തതിനെ കണ്ട കണ്ണ് കറക്കുന്നുണ്ടോ? അപ്പോൾ വാസ്തവത്തിൽ കണ്ണ് കറുപ്പോ വെളുപ്പോ മഞ്ഞയോ ആണോ? മനസ്സും ആണോ? അപ്പോൾ പിന്നെ പറയുന്നതിൽ എന്താ തെറ്റ്? ന കർത്താസി ന ഭോക്താസി. അനവധി പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തോളൂ. ആ ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, അതിന് കാരണമായ മനസ്സ്, പ്രേരണ നൽകുന്ന മനസ്സ്, അതിന് ദിശ നൽകുന്ന ബുദ്ധി, ഈ തലങ്ങളിലെല്ലാം പ്രവൃത്തിയുടെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകാം.
പക്ഷേ ജനക മഹാരാജാവേ, അങ്ങ് ഇവയ്ക്കെല്ലാം അതീതമായി ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൽ ഒരു തരത്തിലുള്ള കർത്തൃത്വ സ്പർശവുമില്ല, കർത്തൃത്വ സ്പർശവുമില്ല. ന ഭോക്താസി, അവിടെ ഒരു തരത്തിലുള്ള അനുഭവവും നുഴഞ്ഞു കയറുന്നില്ല. Why don't you reflect upon it, my dear king, and understand? When the eyes are seeing different colors, the eyes do not become colorful. Suppose I had seen green color, by that process my eyes do not become green. When I see the white color, nor do the eyes become white. When the mind forms impressions of all these colors, the mind also does not become colorful at all. It remains color-free, color-free, color-free. When the intelligence does an examination of anything like an atom or a molecule, do you mean to say the intelligence becomes the molecule or the atom? Certainly not. ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിനർത്ഥം കാലുകൊണ്ട് നമ്മളിങ്ങനെ നടക്കണു, കിലോമീറ്റർ ദൂരത്ത് പോണു, അങ്ങനെ കിലോമീറ്റർ അധികം നടന്നു കഴിഞ്ഞതുകൊണ്ട് 4 കിലോമീറ്റർ ആവുന്നുണ്ടോ? എന്താ ഒരു മിണ്ടാതെ? അപ്പം എല്ലാ പ്രവൃത്തികളും നാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും നാം പ്രവർത്തകനാവുന്നില്ല. ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു എന്നുള്ള കണക്ക് കൂട്ടലാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാണുന്നത് കൊണ്ട് കണ്ണിൽ കാഴ്ച തങ്ങുന്നില്ല, ചിന്തിച്ചത് കൊണ്ട് മനസ്സിൽ ചിന്ത തങ്ങുന്നില്ല, ആലോചിച്ചത് കൊണ്ട് ബുദ്ധിയിൽ ആലോചന തങ്ങുന്നില്ല. അതിങ്ങനെ ആലോചന അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നേ ഉള്ളൂ. ഒന്നിൻ്റെയും കറയോ കുറയോ ഈ ഉപകരണങ്ങളിലില്ല. അങ്ങ് അതിനൊക്കെ അപ്പുറത്ത് കിടക്കുന്നവനാണ്. അവിടെ കർത്തൃത്വം, there is no question of a doership lingering in your own inmost consciousness, the supreme level we call the soul. In that particular level, the inmost level of your identity, in which is your real identity, there is nothing like a doership, there is nothing like an enjoyership or a sufferership. അവിടെ ഒരു വിധത്തിലും കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. അത് നിർലിപ്തമാണ്, നിർബാധിതമാണ്. ഒരു വിധത്തിലുള്ള ലേപനം അതിലില്ല. ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ. അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് എന്താ? മുക്തൻ്റെ സ്വഭാവം, മുക്തനാണ്. എങ്ങനെ മുക്തി കിട്ടും എന്നോട് ചോദിച്ചില്ലേ മഹാരാജാവേ? എനിക്ക് പറയാനുള്ളത് ഇതാണ്, അങ്ങ് മുക്തനാണ്. മുക്തി സമ്പാദിക്കേണ്ടതല്ല, നേടേണ്ടതല്ല, കൈവരിക്കേണ്ടതല്ല, മുക്തി സൗധത്തിലേക്ക് കടന്നു പ്രവേശിക്കേണ്ടതല്ല. മുക്തി എന്ന് പറയുന്നത് മുക്തമായ ഉൾ വ്യക്തിത്വത്തിൻ്റെ ആ അന്തസ്സത്തെ മനസ്സിലാക്കുന്നത് കൊണ്ട് അവിടെ നിർഗളിക്കുന്നതും സംഭവിക്കുന്നതുമായ വിശേഷപ്പെട്ട ഒരു പരിണാമം എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ. മുക്ത ഏവ അസി സർവദാ. മുക്തനായി തന്നെയാണ് അങ്ങ് നിലകൊള്ളുന്നത്, സ്ഥിതി ചെയ്യുന്നത്, പ്രശോഭിക്കുന്നത്. എൻ്റെ കൂട്ടരെ, നിങ്ങൾ ആരും ഉള്ളിൽ നോക്കുന്നില്ല. കാലത്തെണീട്ട നത്തുപോലെ ഇങ്ങനെയാണ്. എപ്പോൾ നോക്കിയാലും പുറം, എപ്പോൾ നോക്കിയാലും പുറം. ഈ നോക്കുന്നത് ഉൾത്തടമാണെന്ന് പറഞ്ഞ് ആ ഉള്ളിൽ എന്താണ് ചിന്തകൾ, എന്താണ് ഭാവങ്ങൾ, എന്താണ് വികാരങ്ങൾ, കാലത്തെണീട്ട വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ കണ്ണ് അടഞ്ഞു തുറക്കുന്നതല്ലാതെ അതിന് വിശ്രമമില്ല. മനസ്സിനെ നാം വിനിയോഗിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. ശരീരത്തിനാണെങ്കിൽ 4 നേരം ഒരു സ്ഥലത്തിരുന്ന് കുറച്ചെങ്കിലും വാരി വലിച്ചു ഉണ്ണും. ഒരു വിശ്രമമാണ്, പോഷകമാണ് ശരീരത്തിന്. നിങ്ങൾ എന്ത് പോഷകമാണ് നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കും ദിനം പ്രതി നൽകുന്നത് എന്നോട് പറയാമോ? കാലത്തെണീട്ട നോക്കി തുടങ്ങി, കേട്ടു തുടങ്ങി, തൊട്ടു തുടങ്ങി, കണ്ടു തുടങ്ങി, ഇതന്നെ. ഉറങ്ങുന്നത് വരെ ഈ ചെലവ് വിനിയോഗം. ഒരു 10 മിനിറ്റോ അരമണിട്ടോ ഒരു സ്ഥലത്തിരുന്ന് ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുക, ഉൾനിരീക്ഷണം നടത്തുക, ധ്യാനിക്കുക, എന്തെങ്കിലും ഒരു നല്ല റെക്കോർഡ് വെച്ച് അല്ലെങ്കിൽ ഒരു സംസാരം കേൾക്കുക, വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ വാട്ട് മുതൽക്കൂട്ട് യു ആർ ആഡിങ് ടു യുവർ മൈൻഡ്? നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പോഷകം നിങ്ങൾ നൽകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്ന് പറയും. മനസ്സിലുള്ളത് മുഴുവൻ ചെലവ് ചെയ്യുന്നതല്ലാതെ,
മനസ്സിനൊരു വരവ് എന്ന് പറയുന്നത് എവിടെയാപ്പാ? അതാണ് നമുക്ക് ക്ഷയം. ക്ഷയമാണത്. ശരീരം 21 വയസ്സ് വരെ വലുതായി, അതിനുശേഷം അത് ക്ഷയിക്കുകയാണ്. അതിനുശേഷമാണ് മനസ്സ് സ്വന്തം ഇച്ഛയോടും വിചാരത്തോടും കൂടി പ്രവർത്തിച്ച് സമ്പുഷ്ടമായി, സുന്ദരമായി, ധന്യമായി, സൗഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടത്. അത് അനുഭവിക്കാനായി അതിന് ചില പോഷണങ്ങൾ നൽകണം. അതാണ് വാല്യൂ, മൂല്യം എന്ന് പറയുന്നത്. എനി കൈൻഡ് ഓഫ് എ വാല്യൂ ഈസ് എ നറിഷ്മെൻറ്റ് ടു ദ മൈൻഡ്. ഇറ്റ് ഈസ് എൻ എൻറിച്ച്മെൻറ്റ് ടു യുവർ ഇന്നർ പേഴ്സണാലിറ്റി. ഇറ്റ്സ് എ qualitative improvement, decoration, ornamentation and decking of the inner personality. വാല്യൂ എന്ന് പറയുമ്പോൾ സ്വർണ്ണപ്പണ്ടം ശരീരത്തിന് എങ്ങനെയോ അതുപോലെയാ. സ്വർണ്ണപ്പണ്ടം വല്ലവരും പൊട്ടിച്ചുകൊണ്ട് പോവും, വാല്യൂ പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഉള്ളിലങ്ങനെ പതിഞ്ഞു കിടക്കണതാ. ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടാവുന്നുണ്ടോ? അതോ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ കൃഷ്ണൻ ഉദ്ധവനോട് ഉപദേശം തുടങ്ങുന്നതിന് മുൻപ് വേദവ്യാസ മഹർഷി തന്നെ ഒരു നവയോഗി സംവാദം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ പറയുന്നുണ്ട്, നിമി ചക്രവർത്തി വലിയ ഒരു യാഗം നടത്തുകയാണ് വിദേഹ രാജ്യത്തിൽ. അങ്ങനെ യാഗം നടത്തിക്കൊണ്ട് ഇങ്ങനെ മൂർധന്യത്തിൽ അങ്ങനെ പോയി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി 9 യോഗികൾ അവിടെ കടന്നു വന്നു. ആ വന്നവരുടെ മട്ടും സമ്പ്രദായമൊക്കെ കണ്ടപ്പോൾ മഹാരാജാവിന് കാര്യം മനസ്സിലായി. ഉടനെ യജമാന സ്ഥാനത്തിൽ നിന്ന് എണീറ്റ് അവരെ സ്വാഗതം ചെയ്ത് ഇരുത്തി കാല് കഴുകി അവർക്ക് ദാഹം തീർക്കാനുള്ള പാനീയമൊക്കെ കൊടുത്തതിന് ശേഷം ചമ്രം പടിഞ്ഞ് അവരുടെ മുമ്പിൽ അങ്ങോട്ട് ഇരുന്നു. യജമാനൻ ഇരുന്നപ്പോൾ ഋത്വിക്കുകൾ എല്ലാവരും കൂടി വന്ന് സ്ഥാനമുറപ്പിച്ചു. എന്നിട്ട് മഹാരാജാവ് ചോദിച്ച ചോദ്യമാണ്, ഭവാന്മാരെ പോലെയുള്ളവരുടെ ആഗമനം വളരെയധികം മംഗളമാണ്. സാധാരണ ഈ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഈ ദേവന്മാരെങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തരും. ഛായേവ കർമ്മസജീവാഹ എന്ന ഉപയോഗം. നിഴൽ പോണയാണത്രേ അവര്. നമ്മൾ കൈപൊക്കിയാൽ നിഴൽ കൈപൊക്കും, നമ്മൾ ചിരിച്ചാൽ നിഴലും ചിരിക്കും, നമ്മൾ കണ്ണുരുട്ടി മിഴിച്ചാൽ നിഴലും കണ്ണുരുട്ടി മിഴിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് ദേവന്മാർ ഇങ്ങോട്ട് തരിക. അപ്പം നമ്മളാണ് വാസ്തവത്തിൽ ദേവന്മാർക്ക് കൊടുത്ത് മേടിക്കുന്നത്, ദേവന്മാരൊന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് അങ്ങേപ്പോലെയുള്ളവരുടെ ആഗമനമോ ചെറിയ കുട്ടികളുടെ അടുക്കിലേക്ക് കുറേ നാളായി വിദൂരത്തിലിരിക്കുന്ന അച്ഛനമ്മമാർ കുട്ടികൾക്ക് സമ്മാനവും പലതുമായി വന്ന് കുട്ടികളെ കാണാൻ സന്തോഷിച്ച് വരുന്നത് പോലെയാണ് അങ്ങേപ്പോലെയുള്ള ഭവാദൃശന്മാരായിട്ടുള്ള യോഗികൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്ക് പറഞ്ഞു തരൂ, ഭാഗവത ധർമ്മങ്ങൾ എന്താണ്? ഭാഗവത ധർമ്മങ്ങൾ. ഒരു മനുഷ്യനെ ഭാഗവതനാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രിയനും ഭഗവത് ഭക്തനും ഭഗവത് ഗുണങ്ങൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വ്യക്തിത്വത്തിൽ ഉൾക്കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹകരമാവത്തക്ക വിധത്തിൽ സഞ്ചരിക്കുന്നവനാണ് ഭാഗവതൻ. ആ ഭാഗവത ധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓരോരുത്തരും ഓരോന്ന് അങ്ങനെ ഓരോ വീക്ഷണകോണിൽ നിന്ന് പറഞ്ഞു തുടങ്ങി. അതിൽ കവി എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ്, അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ തത് കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തദസ്യാത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ. ഞാനിത് എങ്ങനെയാ പറയുക? എവിടെയാ പറയുക? ഇവിടെ അല്ലാതെ. അവിദ്യമാന ഒന്ന് പറയൂ. നാം ഈ പറയുന്ന ലോകമുണ്ടല്ലോ, ലോകം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മൂക്ക് കൊണ്ട് മണക്കുന്നത്, നാവ് കൊണ്ട് രുചിക്കുന്നത്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത്, ഈ ലോകമുണ്ടല്ലോ മഹാരാജാവേ, അവിദ്യമാന ഇത് ഇല്ലാത്തതാണ്.
ഇത് ഇല്ലാത്തതാണ്. ഇതിനെ ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാഴ്ചയില്ല, നിറമില്ല, ആകൃതിയില്ല. മൂക്കില്ലെങ്കിൽ ഇവിടെ മണമില്ല. എല്ലാറ്റിനെയും ബന്ധിച്ച് നിങ്ങളെ ഇട്ട് ഇവിടെ ഉരുട്ടിയാലും നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇത് മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്നത്. അവഭാതിഹിദ്വയോ ധ്യാതുർധിയ. കാണുന്നവൻ, കാണപ്പെടുന്നവൻ, കാണുന്നവൻ, കാണപ്പെടുന്നവൻ, കാണപ്പെടുന്ന വസ്തുക്കൾ, അവയെ നോക്കിക്കാണുന്ന ഒരാൾ, ഒരു ഭാഗത്ത് ഒറ്റയാൻ, മറുഭാഗത്ത് അനവധി. ഇത് മുഴുവനും ഇവിടെ ഉണ്ടാവുന്നതിനുള്ള കാരണം ദ്വയോഹോ ധ്യാതുർധിയ. ഇതിനെ നോക്കിക്കാണുന്നവൻ്റെ ആ കാണുന്നവനിലുള്ള മഹിമയും വിസ്താരവും പ്രകടനവുമാണ് ഈ കാഴ്ചകൾ മുഴുവനും. സ്വപ്നമനോരഥൗ യഥാ. ഒരാൾ കിടന്നുറങ്ങി അതേവരെ കണ്ടുകൊണ്ടിരുന്ന ലോകങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റി എങ്ങനെ കാലത്ത് ലോകം ഉദിച്ചുവോ നമ്മൾ ഉണർന്നപ്പോൾ, അതേമാതിരി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഉദിച്ച് പ്രകടമാകുന്ന ലോകത്തിന് മുഴുവൻ തുടച്ചു മാറ്റി. എവിടെ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. നമ്മൾ പറയുന്നത് ലോകം, പക്ഷെ ഇത് അനുഭവിക്കുന്നത് ഉള്ളിലാണ്. ആ ഉള്ളിലാണ് കാലത്ത് ഉണർന്നപ്പോൾ ഉദിച്ചത്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴോ അതേ ഉള്ളിലാണ് അതിനെ തുടച്ചു മാറ്റുന്നത്. ഒരു തുടപ്പെടുത്തിട്ട് നമ്മൾ 4 ഭാഗത്ത് നടന്നു പോകും. ഇങ്ങനെ തുടക്കുകയല്ല ചെയ്തത്. ഈ ലോകം പ്രതിഫലിക്കുന്നത് എവിടെയോ ആ പ്രതിഫലന ആ മണ്ഡലത്തിൽ നമ്മുടെ ഉള്ളുകൊണ്ടൊരു ഒറ്റ തുടയ്ക്കല സർവ്വലോകവും പോയി എല്ലാം അസ്തമിച്ചു. ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. ഇതിനെ കാണുന്നവൻ്റെ ബുദ്ധിയുടെ മഹിമ കൊണ്ടാണ്, കാണുന്നവൻ്റെ മഹിമ കൊണ്ടാണ്, അവൻ്റെ ശക്തി കൊണ്ട്, അവൻ്റെ സ്ഫുരണം കൊണ്ട്, അവൻ്റെ വ്യാപ്തി കൊണ്ടാണ് ഈ കാണുന്നത് മുഴുവൻ അനുഭവിക്കുന്നത്. ഏതുപോലെ? സ്വപ്നമനോരഥൗ യഥാ. ഉറങ്ങി, ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഉറങ്ങിയപ്പോൾ എല്ലാം പോയി അസ്തമിച്ചിരിക്കുന്ന സമയം. ആ സമയത്താണ് ഒരു സ്വപ്നലോകം ഉണ്ടാകുന്നത്. നിങ്ങൾ പറയൂ, ആ സ്വപ്നലോകം ആരാ ഉണ്ടാക്കുന്നത്? സ്വപ്നം കാണുന്നവനോ അതോ വേറെ വല്ലവരോ? എന്താ ഒരു മിണ്ടാത്തെ? സ്വപ്നം കാണുന്നവൻ മാത്രം. നിങ്ങൾ 3 ആൾ കൂടി കിടന്നുറങ്ങി ഒരാൾ സ്വപ്നം കാണുമ്പോൾ മറ്റു 2 ആൾക്ക് സ്വപ്നമില്ല. ആ സ്വപ്നം കാണുന്നവൻ്റെ മനസ്സ്, ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സ് എത്രയുണ്ട്? 1. ഉണ്ടാക്കിയ ലോകത്തിലുള്ള വസ്തുക്കളോ? അനവധി. അവിടെ പുതിയൊരു ഭൂമി ഉണ്ടായി, അവിടെ നടക്കാനും സഞ്ചരിക്കാനും പുതിയൊരു ശരീരമുണ്ടാക്കി, പഞ്ചഭൂതങ്ങളെ ഉണ്ടാക്കി. അവിടെ എയറോപ്ലെയിൻ ഉണ്ട്, വാഷിങ്ടൺ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, ഫ്രാങ്ക്ഫർട്ട് ഉണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. എല്ലാ സ്ഥലത്തേക്കും പോയി, കൂട്ടുകാരുണ്ട്, സഞ്ചരിച്ചു, വിശന്നു, ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. എല്ലാ പ്രവൃത്തികളും അവിടെ ചെയ്യുന്നു. ഈ കാണുന്ന ലോകത്തിൻ്റെ ഒരു പ്രതിരൂപം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് മുഴുവനും ഉണ്ടാക്കി തീർത്തത് മനസ്സിൻ്റെ വൈഭവമല്ലേ? എന്താ ഒരു മിണ്ടാത്തെ? അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്നത് മുഴുവനും അത് കാണുന്നവനും കാണിക്കുന്നവനും ആ ആളുടെ വൈഭവമാണ്. ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. അതുകൊണ്ട് എന്തു വേണം? തത് കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ നിരുന്ധ്യാത് അഭയം തദസ്യാത്. ഇങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളെയും ആ കർമ്മങ്ങൾക്ക് മുൻപും പിൻപുമുള്ളതായ സങ്കല്പങ്ങളെയും എല്ലാം രചിച്ച് ആ കർമ്മസങ്കല്പമയമായിരിക്കുന്ന മനസ്സുണ്ടല്ലോ, മനസ്സ് എവിടെയാ ഊന്നല്? മനസ്സ്. ബുധോ നിരുന്ധ്യാത്. ആ മനസ്സിനെയാണ് അറിവുള്ളവൻ, വിവേകമുള്ളവൻ നിരോധിക്കേണ്ടത്. അഭയം തദസ്യാത്. ആ മനസ്സിനെ അങ്ങോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിർഭയരായി. പിന്നെ ഭയമുണ്ടാവില്ല. ആനയെ ചൊല്ലിയാവാം ഭയം, മരണത്തെ ചൊല്ലിയാവാം ഭയം, ജീവിതത്തെ ചൊല്ലിയാവാം ഭയം, ശത്രുക്കളെ ചൊല്ലിയാവാം ഭയം. എന്തു തന്നെ ഭയമുണ്ടെങ്കിലും ഉണ്ടാവുന്നതും ഉണ്ടാക്കുന്നതും നമ്മുടെ മനസ്സിലാണപ്പാ. ആ മനസ്സിനെയാണ് നമ്മൾ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, വിചാരബലം കൊണ്ട്, തത്വശ്രവണം കൊണ്ട്
നിധിധ്യാസനം കൊണ്ട് ആ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. അഭയം തതസ്യാത്. അതല്ലേ ഇവിടെ അതല്ലേ ഇവിടെ ജനക മഹാരാജാവിനോട് അഷ്ടാവക്ര മഹർഷി പറയുന്നത്, ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. എന്താ ഇതിനർത്ഥം കൂട്ടരെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെന്ന് അവിടെ നടക്കുന്ന ഘടകങ്ങൾ എന്താ, കാര്യങ്ങൾ എന്താ, പരിണാമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണോ ഈ കാണപ്പെടുന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാണുന്ന കണ്ണ്, കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് കാണുന്ന കണ്ണ്, അതേമാതിരി മനസ്സിൽ ഉദിക്കുന്ന ധർമ്മം അധർമ്മം എന്ന് തുടങ്ങി സുഖം ദുഃഖം എന്ന് തുടങ്ങി എന്തെല്ലാം അനുഭവങ്ങളോ സങ്കല്പങ്ങളോ ഉണ്ടോ അത് മുഴുവനും തൊടുത്തുവിടുന്ന ഉൾഘടകം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി എല്ലാറ്റിൻ്റെയും ഉൾത്തലത്തിൽ ചെന്ന് പരീക്ഷിത്ത് ശുകമഹർഷിയുടെ ഉപദേശം കേട്ട് എല്ലാം വിട്ട് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് മനസ്സിനെ പിൻവലിച്ച് ബുദ്ധിയെ പിൻവലിച്ച് തൻ്റെ ഉള്ളിൽ തന്നെ അടിത്തട്ടിൽ അമർന്നു ചെന്ന ആത്മതലത്തിൽ അങ്ങോട്ട് ലയിച്ചിരുന്നുവോ, അതേമാതിരി മുക്തമായിരിക്കുന്ന ഒരു തലം നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ സ്പർശമില്ല, അവിടെ കർത്തൃത്വമില്ല, അവിടെ ഭോക്തൃത്വമില്ല, ഒരു തരത്തിലുള്ള പ്രതിച്ഛായയുമില്ല. അവിടെ എല്ലാം തന്നെ ഉള്ളിലുള്ളതാണ്. എപ്പോഴും ഒരുപോലെ വിരാജിക്കുന്നു. അതിൽ കറയില്ല, കുറയില്ല. ജിജ്ഞാസുക്കളെ, ഭക്തന്മാരെ, നിങ്ങളെല്ലാം ഉള്ളുകൊണ്ട് നിറഞ്ഞവരാണ്. നമ്മുടെ ഉള്ളിൽ ധാരാളിത്വമുണ്ട്, പൂർണ്ണത്വമുണ്ട്, മികവുണ്ട്, നിറവുണ്ട്, തികവുണ്ട്, തിളക്കമുണ്ട്. ആ തിളക്കമാണ് സൂര്യപ്രഭയെ കാണിച്ചു തരുന്നത്, ചന്ദ്രപ്രഭയെ കാണിച്ചു തരുന്നത്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഇരുട്ടിനെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ മനസ്സാണ്, വെളിച്ചത്തിനെ കാണിച്ചു തരുന്നത് മനസ്സാണ്. ഇരുട്ടും വെളിച്ചവും അല്ലാത്തൊരു വിശേഷപ്പെട്ട സ്പ്ലെൻഡർ പ്രഭാപൂരമാണത്. അതിനെ മനസ്സിലാക്കൂ, അത് മുക്തമാണപ്പാ. മുക്തിയെ തേടരുതേ, അരുതേ. മുക്തരാണേ നിങ്ങൾ, മുക്തരാണ്. മുക്തി കൈവരിക്കേണ്ടതല്ല, സിദ്ധിക്കേണ്ടതല്ല, തിരിച്ചറിയേണ്ടതാണ്. മനസ്സിലാക്കൂ. ഉൾ വ്യക്തിത്വം മുക്തമാണ്. 24 മണിക്കൂറും ആ നിറവ് അനുഭവിച്ച് ആറാടി ആ ആത്മാഹ്ലാദത്തിൽ ഉന്മത്തത വരട്ടെ എല്ലാവർക്കും. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി. സമാപനമായിട്ടുള്ള ഓംകാരം സംയുക്ത ജപ തപോനുഷ്ഠാനം. ഇതാ എല്ലാവരും ഓ ഹരി ഓം. എല്ലാവരെയും മനസ്സ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഈ ആത്മപാഠങ്ങളും അതോടനുബന്ധിച്ച തത്വമൂല്യ സിദ്ധാന്തങ്ങളും നിങ്ങളുടെ മനസ്സിൽ നല്ലപോലെ പതിഞ്ഞ് നിങ്ങൾ വഴി അത് പ്രസരിക്കട്ടെ എമ്പാടും. ഹരി ഓം തത്സത്. ജയ ഗുരു.